ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോ വണ്ടിയാണ്. ജനറൽ സർവീസും അതിന് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, ബാക്ക് ടയർ മാറ്റാൻ, അങ്ങനെ കുറച്ച് 1-2 വർക്കുകളുമായി ബന്ധപ്പെട്ട് കയറ്റിയതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. കാരണം ജനറൽ സർവീസും കൂടി നമുക്ക് അതിനകത്ത് പറഞ്ഞു. അതുകൊണ്ട് ജനറൽ സർവീസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് അതിൻ്റെ എല്ലാ മൂവ്മെൻറ്റുള്ള പാർട്സുകൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിങ് ഉള്ളത് ഗ്രീസ് ചെയ്യും. അത്യാവശ്യം ഇപ്പോൾ ഫ്രണ്ട് പുഷ് സൈഡ് ക്ലച്ച്, CVT ക്ലച്ചിൻ്റെ ഭാഗം, ഈ സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. CVT ക്ലച്ചൊക്കെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട വന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ജനറൽ സർവീസായിട്ട് കയറ്റുന്നത് നമ്മൾ. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട്. പരമാവധിയും അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നൊരവസ്ഥയിലാണ് നിൽക്കണേ. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, നമുക്ക് ലൈനർ ഈ പീസ് നമുക്കൊന്ന് മാറ്റിയിടാം. അതേപോലെ തന്നെ ഈ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് ഗിയർ ബോക്സിൻ്റെ ഓയിൽ സീൽ ലീക്ക് ആയതാണ്. അത് ആരംഭമാണ്. ഇപ്പം നമുക്കത് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് പോകുന്തോറും കൂടുതലായിട്ട് ലീക്ക് വന്ന് നല്ല രീതിയിൽ ആയിട്ട് ചെയ്താലും മതി. ഇനി വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ അഴിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. കാരണം നമുക്കത് ആ ഓയിൽ സീൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഗിയർ ബോക്സിൻ്റെ ബാക്കിലത്തെ ട്രാൻസ്മിഷൻ സെറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിക്കണം. അഴിച്ചിട്ട് വേണം നമുക്ക് മാറ്റാനായിട്ട്. ഏകദേശം നമുക്ക് അതിന് മാത്രം ഏകദേശം 900-950 രൂപ നമുക്ക് കോസ്റ്റ് വേണ്ടതാണ്. ലേബർ ചാർജ് വിത്ത് പാർട്സുകൾ അടക്കം. അപ്പോൾ നിലവിൽ ഇപ്പോൾ ചെറിയൊരു ലീക്കാണ് കാണുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ട് പിന്നീട് കംപ്ലൈൻറ്റ് കൂടുതൽ കാണിക്കുമ്പോൾ മാറ്റിയാലും മതി. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ വലിയ പഴക്കമില്ലാത്ത ഫിൽറ്റർ കിടക്കാം. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് പോകാം. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് പറയത്തക്ക ക്രാങ്കിൻ്റെ ഈ സൈഡിൽ ഇവിടെ ഒരു ലീക്ക് തുടക്കമാണ്. അപ്പോൾ അതിൻ്റെ ഓയിൽസിൽ വേണമെങ്കിൽ കൈയോടെ നമുക്ക് മാറ്റിയിടാം. ഏകദേശം ഒരു 55 രൂപയൊക്കെ നമുക്ക് കോസ്റ്റ് വരുള്ളൂ. ക്ലച്ച് സൈഡൊന്നും വേറെ പ്രശ്നമില്ല. പിന്നെ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിലുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റൊക്കെ ഇവിടെ ഓൾറെഡി പൊട്ടിയൊരവസ്ഥയിലേക്ക്, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുക. അപ്പോൾ ബെൽറ്റ് ഒന്ന് കൈയോടെ ചേഞ്ച് ചെയ്തിട്ടേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ബെൽറ്റ് പൊട്ടി നമ്മൾ വഴിപ്പെടും. നമ്മൾ രണ്ടാമത് വന്ന് എടുത്ത് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അഡീഷണൽ എക്സ്പെൻസാണ് നമുക്ക്. അപ്പോൾ അത് നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കത് ചെയ്തു പോകണമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആ പാർട്സിൻ്റെ എമൗണ്ട് മാത്രമാണ് നമുക്ക് വരുന്നത്. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അതൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. വർക്കിംഗ് ഒക്കെ സ്മൂത്താണ്. പിന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. ഇതൊക്കെ CVT ക്ലച്ചിൽ തന്നെ ഓരോ പാർട്ടുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തേമാനങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കി മാറ്റി ഘടിപ്പിക്കേണ്ട ഭാഗങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസിനകത്ത് CVT ക്ലച്ച് അടക്കമുള്ള ഗ്രീസിങ്ങൊക്കെ ഉൾപ്പെടുത്തിയാണ്. നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ക്ലച്ച് ഔട്ടർ യൂണിറ്റൊക്കെ ആയാലും നമുക്കൊന്ന് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അതാണ് അത്രയും ഭാഗമാണ് ക്ലച്ചുമായി ബന്ധപ്പെട്ട് തന്നെ. നമുക്ക് പിന്നെ ഈ വീലും കൂടി, കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം കേട്ടോ. കിക്കർ ഉപയോഗിക്കലൊന്നുമില്ല, എന്നാൽ പോലും നമുക്കൊന്ന് ഗ്രീസ് ചെയ്തിട്ടേക്കാം. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡ് ഓയിൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഈ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് പുറമേ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. കൂടുതൽ ലീക്കായിട്ട് ഓയിൽ താഴെ ചാടുമ്പോൾ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അതിക്ക് മുമ്പ് നമുക്കതൊന്ന് അഴിച്ച് ആ ഗ്യാസ്കറ്റ് മാറ്റിയിടാം. ഈ 2 ബോൾട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഓയിൽ സീലുകളുണ്ട്. അതുകൂടി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ആ ഓയിൽ ലീക്കിൻ്റെ ദിവസം അവിടെ അങ്ങോട്ട് തീർന്നു പോകും. പിന്നെ ഈ ചോക്ക് നമ്മൾ ഉപയോഗിക്കലില്ല. അതുകൊണ്ട് തന്നെ ചോക്ക് ടൈറ്റായി പോയേക്കാണ്, കേബിൾ ടൈറ്റായേക്കാണ്. അതേപോലെ ആക്സിലേറ്റർ കേബിളും നമ്മൾ ഒരുപാട് ബലം പിടിച്ച് തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ശരിക്കും ഇത്രയും ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേബിൾ ടൈറ്റ് ആയേക്കുന്നതുകൊണ്ടാണ് ഇത്രയും ടൈറ്റ് നമുക്ക് ഹാൻഡിൽ തിരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ 2 കേബിൾ കൂടി കൂട്ടത്തിൽ മാറ്റി പോവുകയാണെങ്കിൽ അതാണ് നല്ലത്. ആക്സിലേറ്ററിൻ്റെയും ചോക്കിൻ്റെയും കേബിൾ മാറ്റിയിടുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയാണ്, നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ രീതിയിൽ തന്നെ ഓപ്പണായിട്ട്, അതായത് ബോഡി സെറ്റ് ചെയ്യണേക്കാളും മുമ്പ് ഈ രീതിയിൽ തന്നെ ഫുള്ളായിട്ട് സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് മേടിക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ വല്ല പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചേസിൻ്റെ ബോഡി ഫ്രെയിമൊക്കെ ഈ പോയേക്കണേ, ഈ ഭാഗങ്ങളൊക്കെ തുരുമ്പ് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഈ കൈയോടെ തന്നെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും. മറ്റേപാട് നമ്മൾ ഫുൾ ബോഡി സെറ്റ് ചെയ്തിട്ട് കഴുകി കഴിഞ്ഞാൽ പുറമേത്തെ ചെളി മാത്രമേ പോകുള്ളൂ, ഉള്ളിലത്തെ അവസ്ഥ തന്നെയായിരിക്കും. അപ്പോൾ അത്രയും ഭാഗം നമുക്കത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ വലിയ മോശമായിട്ട് തോന്നണില്ല. കാരണം ലെവൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ലെവലൊക്കെ ഉണ്ട്. കളർ കാര്യമായിട്ട് മാറിയേക്കണായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ കിലോമീറ്റർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് മാറ്റി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഇവിടെ തന്നെ ഒരു ഫിൽറ്റർ ഉണ്ട്. അത് ഈ സ്പോഞ്ച് ടൈപ്പാണ്, അതൊക്കെ പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. അത് ഏകദേശം ഒരു 50 രൂപ താഴെയൊക്കെ നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ.
പിന്നെ സ്പാർക്ക് പ്ലഗ്ഗാണത്. സ്പാർക്ക് പ്ലഗും കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റിയേക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെയുള്ള നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഷോക്കിൻ്റെ ബുഷുകളൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. കാരണം ഇത് ശരിക്കും പറയുന്നത് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് റോട്ടിൽ നിന്ന് തന്നെ അടി മൊത്തം വന്നത് ഈ ബുഷുമാണ്. ഇതൊരു ഫ്ലെക്സിബിൾ ടൈപ്പ് പ്ലാസ്റ്റിക് വിത്ത് റബ്ബർ എന്ന് വേണമെങ്കിൽ പറയാം. റബ്ബർ മോഡലുള്ളൊരു ബുഷാണ്. അത് ശരിക്കും ഓവലായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെയുള്ളത് ഫ്രണ്ട് ബ്രേക്കിലേക്ക് വരുന്ന 2 കേബിളുകൾ, രണ്ടും ഔട്ടർ വലിഞ്ഞേക്കണ അവസ്ഥയാണ്. ഒരെണ്ണം കേബിൾ ഔട്ടർ പൊട്ടിയേക്കണ ഒരു അവസ്ഥയിലാണ് നോക്കുക. ഈ 2 ബ്രേക്കിൻ്റെ കേബിളുകളും മാറ്റിയിടുക. അപ്പോഴാണ് നമുക്ക് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, കേബിളൊക്കെ പൊട്ടിയിരിക്കുക. നമുക്കത് മെക്കാനിസം വേറെ കംപ്ലൈൻ്റ് ഇല്ല, വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിൾ മാറ്റി സ്പീഡോമീറ്റർ റെഡി ആക്കി വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ്, ഓയിൽ ചേഞ്ച് എല്ലാം കിലോമീറ്ററിനനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. പിന്നെ ഫ്രണ്ട് ടയർ നമുക്ക് അത്യാവശ്യം ഉണ്ട്, നല്ല ഉപയോഗിക്കാൻ പറ്റിയ ടയറാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ രണ്ടും 10 ഇഞ്ച് വീലാണ്. അപ്പോൾ റൊട്ടേഷൻ ചെയ്തിടാം. പുതിയ വീല് ഫ്രണ്ടിലേക്ക് ഇപ്പോൾ ബുഷൊക്കെ മാറ്റിയതിന് ശേഷം പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാം, ഈ ടയർ ബാക്കിലേക്ക് ഇടാം. അത് പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇതിൻ്റെ സൈഡ് തേയ്മാനം ഒരല്പം കൂടുതലായിട്ടുണ്ട്, വലതുവശത്തേക്ക് ഇച്ചിരി തേയ്മാനം കൂടുതലുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ടയറിൻ്റെ സൈഡ്. അപ്പോൾ അത് ബാക്കിലാവുമ്പോൾ അതങ്ങോട്ട് കറക്റ്റായിട്ട് ലോഡ് എടുത്ത് ഓടി തീർന്ന് നോക്കുകയുള്ളൂ. പിന്നെ ഫ്രണ്ട് ടയറിൽ പുതിയതിടുമ്പോൾ ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഓടിക്കാനും ഹാൻഡിലിങ്ങൊക്കെ ഒരു സ്മൂത്തായിട്ട് വരും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ടയർ റൊട്ടേഷൻ ചെയ്തിടുന്ന കേസ് പറഞ്ഞു. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെയാണ്. 2022 മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത്. വാറണ്ടി പീരീഡ് കഴിഞ്ഞേക്കണതാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് കംപ്ലയിൻ്റ് ആയിട്ട് വരാം. ഇവിടെ നോക്കിയോ റെഡ് ലൈറ്റേ തെളിയുള്ളൂ. അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ പ്രോബ്ലം റിപ്പീറ്റ് കാണിക്കും. അപ്പോൾ അത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, ഇപ്പോൾ ടയർ, ഫ്രണ്ടിലത്തെ ബുഷ്, 2 ബ്രേക്കിൻ്റെ കേബിൾ, ഫ്രണ്ടിലത്തെ സ്പീഡോമീറ്റർ കേബിൾ, അതേപോലെ ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബെൽറ്റ് മാറ്റാനുണ്ട്, ബാക്ക് ബ്രേക്ക് ഷൂ, വാട്ടർ സർവീസ്. ഇപ്പോൾ അഴിച്ചുള്ള രീതിയിലുള്ള വാഷിംഗ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഇത്രയും ഭാഗമാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം, എന്നിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലിടാം, എത്ര കോസ്റ്റ് വരും നോക്കിയിട്ടേ. അപ്പോൾ അതനുസരിച്ച് വണ്ടി നാളത്തേക്ക് ആവുള്ളൂ, നാളെ വൈകിട്ടത്തേക്ക് തീരുള്ളൂ. വാട്ടർ സർവീസൊക്കെ അടക്കം കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.